നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നാണ്. അതിനൊരു ഉദാഹരണമായിട്ട് ഏലിയ പ്രവാചകനെയാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യം ഏലിയാവ് മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അതിന് മറുപടി കൊടുത്തു. അദ്ദേഹം ആഹാബ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, ഞാൻ ഇനി പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും പെയ്യില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ 3.5 വർഷക്കാലം ആ ദേശത്തും മഴ പെയ്തില്ല. തുടർന്ന് ദൈവത്തിൻ്റെ നീതിമാനായിരിക്കുന്ന ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചു. എന്തിനാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്? മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മഴ പെയ്യാൻ വേണ്ടി അദ്ദേഹം 7 തവണ പ്രാർത്ഥിച്ചു എന്നാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. ദേശത്ത് അതിഭയങ്കരമായ മഴ പെയ്തു. ഈ ഒരു ഉദാഹരണം കാണിച്ചുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നീതിമാനായിരുന്നു. അദ്ദേഹം ശ്രദ്ധയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ ഒരു എഫക്റ്റാണ്, ഫലമാണ് ഉണ്ടാക്കിയത്. ഇത് സന്തോഷകരമായൊരു കാര്യമാണ്. നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ശ്രദ്ധയോടെ വിശ്വാസത്തോടെ ഒരു നീതിമാൻ എന്ന നിലയിൽ നമുക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവരുടെ രോഗശാന്തിക്ക് വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റേതെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കാം, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കാം, നമ്മൾ ആ വിഷയത്തിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങി വരുന്നതും ദൈവപ്രവൃത്തി കാണുന്നതും പലപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, നമ്മൾ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് അറിയാമോ? നീതിമാന്മാരായിരിക്കുന്ന നമ്മൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അത് കേട്ടു. ദൈവം ആ വിഷയത്തിന് മറുപടി തന്നു. ചിലപ്പോൾ കുറെ കാലം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും ആ വിഷയത്തിന് വേണ്ടി. എന്തുമായിക്കൊള്ളട്ടെ, ദൈവം ഒടുക്കം മറുപടി നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാക്യം നമ്മുടെയും ജീവിതത്തിൽ അർത്ഥപൂർണമായിട്ടുണ്ട്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഈ വാക്യം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് ആരായിരുന്നു? അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ സഭയ്ക്കെതിരായി പ്രവർത്തിച്ച ദുഷ്ടനായൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശുവിനെ അദ്ദേഹം കാണുകയും തുടർന്നുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മപൂർണനായി തീർന്നു. പിന്നെ ഈ ഉപദ്രവിച്ച ആ സഭയ്ക്കു വേണ്ടി ധീരമായി പോരാടുന്ന ഒരു പൗലോസിനെയാണ് നമുക്ക് ബൈബിളിലുടനീളം കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്കൊക്കെ പലർക്കും മറുപടി ലഭിച്ചിട്ടുണ്ട്. രോഗികൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു, രോഗികൾ സുഖമായിട്ടുണ്ട്, ഭൂതങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. സഭയിലുള്ള അനേകർക്ക് വേണ്ടി അദ്ദേഹം
ആ സഭകളിലൊക്കെ ചെല്ലുമ്പോൾ ദൈവദാസനായിരിക്കുന്ന പൗലോസ് ആത്മാർത്ഥമായിട്ട് ശ്രദ്ധയോടുകൂടെ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അനേകർക്ക് വ്യക്തമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പൗലോസിന്റെ ജീവിതത്തിൽ, നീതിമാനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു രോഗം വന്നു ഭവിച്ചു. അത് സാത്താന്റെ ദൂതനെ കൊണ്ട് അദ്ദേഹം നിഗളിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി ഒരു ശൂലമായിട്ട് കുത്തുവാൻ വേണ്ടി വെച്ചിരിക്കുന്നുവെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് കാണാനായി സാധിക്കും. പക്ഷേ ഈ അവസ്ഥയിലൂടെ, ഈ രോഗത്തിലൂടെ, ഈ പ്രതിസന്ധിയിലൂടെ അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയപ്പോൾ അതൊന്നും നീങ്ങിപ്പോകാൻ വേണ്ടി, ആ രോഗമൊന്ന് വിട്ടുമാറാൻ വേണ്ടി, ആ വലിയൊരു പ്രതിസന്ധി തന്നെ വിട്ടു പോകാൻ വേണ്ടി അദ്ദേഹം 3 തവണ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവേ, എന്നെ സൗഖ്യമാക്കണമേ, ഈ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹവും ഏലിയാവിനെ പോലൊരു നീതിമാനായിരുന്നു. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനായിരുന്നു. കർത്താവിന്റെ ദാസനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ 3 തവണ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ച വിഷയത്തിന് അദ്ദേഹത്തിന് മറുപടി ദൈവം കൊടുത്തില്ല. അങ്ങനെ ഒരു മറുപടി അദ്ദേഹത്തിന് സൗഖ്യം കൊടുക്കാതിരുന്നത് കൊണ്ട്, അദ്ദേഹത്തിന് മറുപടി ദൈവം നൽകാതിരുന്നത് കൊണ്ട് അദ്ദേഹം നീതിമാനല്ലാതെ ആയിപ്പോയോ? ഒരിക്കലുമല്ല. പൗലോസ് നീതിമാൻ തന്നെയായിരുന്നു. അപ്പോൾ നീതിമാന്മാരുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ മറുപടി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പൗലോസിന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു മറുപടിയാണ് ദൈവം കൊടുത്തത്. പ്രാർത്ഥന ദൈവം കേൾക്കും, പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. പക്ഷേ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ച അതുപോലെയുള്ള ഒരു മറുപടി ലഭിക്കണമെന്നില്ല. അപ്രകാരം സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നിരാശ തോന്നാം, ഭാരം തോന്നാം. എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചതിന് ദൈവം നൽകിയില്ല? പൗലോസ് എന്തിനാ പ്രാർത്ഥിച്ചത്? തൻ്റെ ശരീരത്തിൽ നിന്നുള്ള ആ രോഗബാധ വിട്ടുപോകാൻ വേണ്ടിയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ദൈവം രോഗശാന്തി നൽകുന്നവനല്ലേ, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനല്ലേ. അദ്ദേഹം വേറൊന്നും പ്രാർത്ഥിച്ചില്ല, പണം ചോദിച്ചില്ല, കുറെ സാമ്പത്തികം ചോദിച്ചില്ല, തനിക്കൊരു സൗഖ്യം കിട്ടാനാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് ദൈവം സൗഖ്യമെന്ന മറുപടി കൊടുത്തില്ല, മറ്റൊരു മറുപടിയാണ് കൊടുത്തത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന് അതുപോലെ തന്നെയുള്ള ഒരു മറുപടി നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ നീതിമാനാണെങ്കിലും, ദൈവ പൈതലാണെങ്കിലും, രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും, ദൈവസഭയിൽപ്പെട്ടവനാണെങ്കിലും അതേപോലത്തെ മറുപടി ചില വിഷയങ്ങളുടെ ബന്ധത്തിൽ നമുക്ക് കിട്ടണമെന്നില്ല. അവിടെ നമ്മൾ നിരാശപ്പെടരുത്. കാരണം നമ്മൾ ചോദിച്ചതിന് വ്യത്യസ്തമായിട്ട് ദൈവം ഒരു മറുപടി തരികയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് മറ്റൊരു പദ്ധതിയുണ്ട്. ദൈവം മറ്റൊന്ന് കണ്ടിട്ടാണ് നമ്മൾ ചോദിച്ചതിന് വ്യത്യസ്തമായൊരു മറുപടി ദൈവം തരുന്നത്. പൗലോസ് ചോദിച്ചത് സൗഖ്യത്തിന് വേണ്ടിയാണ്. 3 തവണ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത മറുപടി എന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇതാണ് ദൈവം പൗലോസിന് കൊടുത്ത മറുപടി. സൗഖ്യമെന്ന മറുപടി കൊടുത്തില്ല, വിടുതൽ എന്നൊരു മറുപടി കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിലുണ്ടായിരിക്കുന്ന ആ രോഗം, ആ അവസ്ഥ അതുപോലെ തന്നെ തുടർന്നു.
അതിനൊരു മാറ്റവും ഉണ്ടായില്ല. എപ്പോഴും തൻ്റെ ശരീരത്തിൽ സാത്താന്റെ ദൂതൻ വന്ന് തന്നെ കുത്തി വേദനിപ്പിക്കുന്ന ആ അനുഭവത്തിൽ, ആ രോഗത്തിൽ, ആ പ്രതിസന്ധിയിൽ അങ്ങനെ തന്നെ പൗലോസ് കടന്നുപോയി. ദൈവം സൗഖ്യം കൊടുത്തില്ല. പക്ഷെ മറ്റൊരു മറുപടി ദൈവം കൊടുത്തു, എൻ്റെ കൃപ നിനക്ക് മതി. ഇതായിരുന്നു ദൈവത്തിന്റെ മറുപടി. പൗലോസ് അത് സന്തോഷിച്ചു. ദൈവത്തിന്റെ കൃപ അദ്ദേഹം കൂടുതൽ കൂടുതൽ പ്രാപിക്കാൻ തുടങ്ങി. തൻ്റെ ശരീരത്തിൽ ആ വേദന, ആ അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം പോകുമ്പോൾ, അത് സഹിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി കർത്താവിൻ്റെ വേല ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു മറുപടി, മറ്റൊരു മറുപടി പൗലോസിന് കൊടുത്തെന്നറിയാമോ? താൻ ആ രോഗം, അതിൻ്റെ വേദന ജീവിതത്തിലുടനീളം സഹിച്ചുകൊണ്ട്, അതനുഭവിച്ചുകൊണ്ട് അദ്ദേഹം ദൈവത്തിൻ്റെ വേല ചെയ്തു. സുവിശേഷം പറയാൻ തുടങ്ങി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, രോഗികൾക്ക് വേണ്ടി, ഭൂതബാധിതർക്ക് വേണ്ടി, മറ്റുള്ള മനുഷ്യരുടെ വിഷയങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശുശ്രൂഷ ചെയ്യാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ആ ബലഹീനതയിൽ ദൈവകൃപ വ്യാപരിച്ച്, ദൈവശക്തി വ്യാപരിച്ച്, ആ ശക്തി മറ്റുള്ളവരിലേക്ക് ഒഴുകുവാൻ തുടങ്ങി. ഇദ്ദേഹം രോഗശാന്തി പ്രാപിച്ചില്ലെങ്കിലും, ഇദ്ദേഹം തൻ്റെ ശരീരത്തിൽ വിടുതൽ പ്രാപിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ ശക്തി തന്നിലൂടെ, തൻ്റെ ശരീരത്തിലൂടെ, തൻ്റെ കൈകളിലൂടെ രോഗികളായിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി, ആവശ്യബോധത്തോടുകൂടി ഇരിക്കുന്ന മറ്റ് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ മഹാശക്തി ഒഴുകുവാൻ തുടങ്ങി. ആളുകൾ വിടുതൽ പ്രാപിക്കുവാനും, ആളുകൾ വീണ്ടും ജനിക്കുവാനും, ആളുകൾ സഭയിലേക്ക് വരുവാനും, പുതിയ പുതിയ സഭകൾ ഉടലെടുക്കുവാനും ഇടയായി. എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നീതിമാന്മാരാണ്. നമ്മൾ ചോദിക്കുന്നതിന് അതുപോലെ തന്നെ മറുപടി ദൈവം തരും. ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരം ചെയ്യുവാൻ, അത്യന്തം പരമായി ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ മതിയായൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം ചോദിക്കുന്നതിനെ തന്നെ ദൈവം തരാൻ മതിയായവനാണ്. എന്നാൽ നമ്മൾ ചോദിക്കാത്തതിനെയും ദൈവം തരും. നമ്മൾ ചോദിക്കുന്നത് വേറൊന്ന്, തരുന്നത് മറ്റൊന്ന്. വേറൊന്ന് നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു മഹാപദ്ധതിയുണ്ട്. നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മൾ മറ്റൊരു മറുപടിയാണ് ദൈവത്തിന് ലഭിക്കുന്നതെങ്കിൽ അതിലൂടെ മറ്റു മനുഷ്യർ അനുഗ്രഹിക്കപ്പെടുവാൻ, അവർ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുവാൻ, അവർ യേശുവിനെ അറിയുവാൻ അതൊരു മുഖാന്തരമായി തീരാനാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമുക്ക് കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കാം. ഈ രണ്ട് തരത്തിലുള്ള മറുപടികളും വരുമ്പോൾ, ചോദിച്ചത് അതുപോലെ തന്നെ അത്യന്തം പരമായി ദൈവം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ അമിതമായി ആഹ്ലാദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ ജീവിച്ചാൽ മാത്രം മതി. രണ്ട്, നമ്മൾ ചോദിച്ചതിന് ദൈവം തരാതെ മറ്റൊരു മറുപടി ദൈവം തരുമ്പോൾ നമ്മൾ അതിൽ നിരാശപ്പെടാനും പാടില്ല. നമ്മൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായി തീരാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ പകൽക്കാലം ഈ തിരുവചനത്തിൻ്റെ ചിന്തകൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു. ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.